മൂക്കാറില്ലാത്തോണ്ട് അവനറിയാം ഇവിടെ അങ്ങനെ പിടിച്ചെങ്കിലേ എന്റെ കൂടെ ചെല്ലുള്ളൂ. പാടി ഇങ്ങോട്ടാ അപ്പോ ഞാൻ അടിക്കാൻ പോവാ പോട്ടെ. ഇന്നിപ്പോ നാമറും ഇവനാണോ ഒന്നും രാവിലെ കൊണ്ടുവന്നല്ലേ? അവനാ കൊണ്ടുവന്നെ. കൂടെ വരും. ചേട്ടാ കാറ് കൊടുത്താ പോരെ, അതിനകത്ത് മതി. ചേട്ടാ അങ്ങോട്ട് പിടിച്ചോ. ചെല ആ പോ ചെല ആഞ്ഞു പിടിക്കടാ. വലിക്ക. മൂക്കാറില്ലാത്തോണ്ട് അവനറിയാം ഇവിടെ അങ്ങനെ പിടിച്ചെങ്കിലേ എന്റെ കൂടെ ചെല്ലുള്ളൂ. ഇവര് തമ്മില എപ്പോഴും കൂട്ടി ഇവര് തമ്മില. രാവിലെ എരത്തിലേന്ന് അഴിക്കുമ്പോഴേ ഇവനാ കയറെ പിടിക്കുന്നത്. ചിലപ്പോ തിരിച്ചു കൊണ്ടുവരുമ്പോ ഇതുപോലെ ഇവൻ തന്നെ പിടിച്ചോണ്ട് വന്ന് വലിച്ച് കെട്ടുംകൂടി കൊണ്ട് കെട്ടുന്നത് എടുക്കുന്നതല്ല. കുരി കുരി എനിക്ക് കുടി കഴിക്കട്ടെ. വലി വലിച്ചോണ്ടു പോടാ അങ്ങോട്ടോ. ചെല്. അവിടെ ചെന്ന് കാവലെടുക്കുക. ഇടയ്ക്ക് ചെന്ന് അന്വേഷിക്കുകയും ചെയ്യും. ഇല്ല 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 പേടിക്കണ്ട. അതുകൊണ്ട് അവനുണ്ടായോണ്ട് പേടിക്കണ്ട. വൈകിട്ടും അതുപോലെ. ഇല്ല ഇല്ല ആരെങ്കിലും ചെന്ന് വന്നെങ്കിൽ അവൻ കടിക്കാൻ ചെല്ലും. ഇവിടെ അടിച്ചോണ്ട് പോവാന്ന് പേടിച്ച് മാറ്റി കിടത്തി കഴിഞ്ഞാൽ രാത്രി എവിടെയെങ്കിലും ആള് വനക്കുണ്ടെങ്കിൽ അവൻ കുരയ്ക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രി പോയി നോക്കുകയും ചെയ്യും ഇവിടെ ഉണ്ടോന്ന്. പാടി ഇങ്ങോട്ടാ അപ്പോ പുള്ളിയെ കണ്ണ് വിരിയാത്ത പ്രായത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ നടന്ന് ഇവരോട് അങ്ങ് എഴുകി അവരുടെ കൂടെ അങ്ങനെ കിടപ്പ് ഇരിപ്പ് ഇപ്പം ഒരു അല്ല. പുള്ളി വേറെ വിരിയാത്ത ബന്ധം പോലായി. അതൊരു സുഹൃത്ത് ബന്ധമോ എന്തുവാ നമുക്കറിയത്തില്ല അതിനെപ്പറ്റി. അതാ അവരോടെ കിടന്നുറങ്ങത്തുള്ളൂ. പുള്ളിയെ കണ്ടാലേ ഒക്കത്തുള്ളൂ പുള്ളിക്ക്. അതാ അവർക്കും അതുപോലെ തന്നെ. കണ്ടില്ലേ വെള്ളം വെക്കും. അല്ലെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ അവർക്കെല്ലാം അറിയാം. അന്നേരേ അവിടെ കിടന്ന് വായും വെള്ളമാകും. എന്തുവാ രാവിലെ ഇവനെ അടിച്ചു വിടുമ്പം പുള്ളി ഇതിനെ കൊണ്ടുപോയിക്കോളും. കൊണ്ടുപോയി കഴിഞ്ഞാൽ കയറി പിടിച്ച് അങ്ങ് പോയിക്കോളും. ആ പോയി അവിടെ കൊണ്ട് കെട്ടും. പിന്നെ 2-3 വട്ടം അവിടെ പോയി നോക്കുന്നു. പിന്നെയും പോകുന്നു. 3-4 തവണ ഇയാളെ പോയി നോക്കുന്നു. ഒരു കുഞ്ഞിനോട് തൊടിയിപ്പിക്കാനോ ഒന്നിനെ സമ്മതിക്കത്തേ ഇല്ല. പുള്ളിയുടെ സംരക്ഷണമാണ് പിന്നെ ചെയ്യുന്നത്. പശുവിന്റെ സംരക്ഷണമാണ് പുള്ളിക്ക്. അതൊന്നും സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുള്ളത്. പുറത്തുനിന്ന് താണ്ടി തുടിപ്പിക്കാറില്ല. ഇല്ല തുടിപ്പിക്കത്തില്ല. പുള്ളി അതുപോലെ തന്നെ പരിപാലിച്ച് നോക്കുന്നത്. അതാ അതിന്റെ കാര്യം. ഇതെങ്ങനെ പരിശീലിച്ചോ അത് നമുക്കറിയത്തില്ല. ഞാൻ രാവിലെ ഒരു 5 മണിയാകുമ്പം പോകും. ഞാൻ ടാപ്പിങ്ങാ. ഞാൻ രാവിലെ വെളുപ്പിനെ പോകത്തില്ല. ഇപ്പം സീസൺ അല്ലേ, വെളുപ്പിനെ പോകും. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ തന്നെ വരും. വരുമ്പോഴാണ് ഇല അഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അഴിച്ചുകൊണ്ട് പോകാൻ ഈ പുള്ളി അവിടെ ഉണ്ട്, എഴുത്തിലുണ്ട്. കൊണ്ടുപോകാൻ വേണ്ടി പുള്ളി നോക്കി നിൽക്കുക. വണ്ടിയുടെ അരപ്പ് കേൾക്കുമ്പോൾ അറിയാം ഞാൻ വന്നു. അത് വെക്കും അറിയാം. അപ്പോഴേ അമർ തുടങ്ങും. അപ്പോൾ നമ്മൾ അഴിച്ചുകൊണ്ട് അങ്ങ് പോവുക. ആ സമയത്തേ കുളിപ്പിക്കാറുള്ളൂ. വൈകിട്ട് ഞാനിവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിച്ചുകൊണ്ട് വരുമ്പം പുള്ളി പിന്നെ കൂടെ കൊണ്ടുവരുന്നോളൂ. എടുത്തിട്ട് വരാൻ കണ്ടോ കയറി കാണിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഉള്ളൂ. പുള്ളിക്ക് കയറി പിടിക്കണം, കൊണ്ടുവരണം. പക്ഷെ ഇവര് തമ്മിൽ ഒന്നിച്ച് അടുത്ത് കിടക്കണം. അതൊക്കെ ഉള്ള ഭയങ്കര ഇതാ. അതൊരു ബന്ധം പോലെ, നമ്മുടെ സുഹൃത്ത് ബന്ധം പോലുള്ള ബന്ധമാണ് പുള്ളിയായിട്ടുള്ള. അതാ അത് കൊച്ചുകളായാലും ഇത് അതെല്ലാം അങ്ങനെ ആകാൻ എൻ്റെ രീതി അതാ. കണ്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമോ അതിനായിട്ടൊരിത്. ഇപ്പൊ മനുഷ്യന് വന്നില്ലെങ്കിൽ കെട്ടിയിട്ടേക്കുവാണെങ്കിൽ വീടിളക്കുന്ന കൊരയും ബഹളവോ. അതാ ഇപ്പൊ അടിച്ചോണ്ട് വന്നില്ലേ. ഇപ്പൊ അടിച്ചു വിട്ടില്ലെങ്കിൽ പുള്ളിയുടെ സ്വഭാവം അത് തന്നെ. അടിച്ചു വിട്ടേ വെക്കും. ഇന്നലെ തന്നെ അത് തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ചേട്ടച്ചാർ ഇന്നലെ അടിച്ചു വിടുമായിരുന്നു തന്നെ. വീട് നമ്മളില്ലെങ്കിലും കുഴപ്പമില്ല. അത് പിന്നെ നോക്കിക്കോളും തന്നെ. നമുക്ക് അതിന് സമാധാനമുണ്ട്. അതതിൻ്റെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും 3-4 തവണ വന്ന് പുള്ളി കാവലിന്നുള്ളൂ. നമ്മൾ പിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി കാര്യമില്ല. ആ ഒരു ആശ്വാസമുള്ളൂ നമുക്ക്.